अहमदियत जिंदाबाद, 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 अहमदियत। Jr., a United States Marine Corps combat correspondent speaking from Iwo Jima. And so far this morning, in a couple of hours, they have the roar you hear in the background. Our planes are coming from our own planes that are assisting the infantry just up ahead of us. രണ്ട് ലോകമഹായുദ്ധങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും വമ്പിച്ച നാശനഷ്ടങ്ങളുണ്ടാക്കിയ യുദ്ധങ്ങൾ. അണുബോംബെന്ന വിനാശകരമായ ആയുധം ആദ്യമായി പ്രയോഗിക്കപ്പെടുന്നു. അതുണ്ടാക്കിയ മാരകമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് വരും തലമുറകൾ പോലും മുക്തരല്ല. അത്രയ്ക്ക് വിനാശകരവും ഭയാനകവുമായ നാശനഷ്ടങ്ങളായിരുന്നു ഈ ലോകമഹായുദ്ധങ്ങൾ ലോകത്തുണ്ടാക്കിയത്. എന്നാൽ ഈ ചരിത്രത്തിൽ നിന്നും വർത്തമാനകാല മനുഷ്യൻ എന്തു പാഠമാണ് പഠിക്കുന്നത്? അഹങ്കാരവും തൻ പ്രമാണിത്വവും നിറഞ്ഞ ശരീരഭാഷ പ്രകടിപ്പിക്കുന്ന ലോകത്തിലെ പ്രബല രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷിപ്ത സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഭൂമുഖത്ത് നിന്ന് നമ്മെ തന്നെ തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള ആയുധങ്ങളുമായി പരസ്പരം പോരടിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുൻപുള്ള സാഹചര്യങ്ങൾക്ക് സമാനമായ അവസ്ഥയിലൂടെ സമകാലിക ലോകവും കടന്നുപോകുന്നുവെന്നത് വെറുമൊരു യാദൃശ്ചികത മാത്രമായിരിക്കുമോ? സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കെടുതികളിലൂടെ ലോകരാജ്യങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിൽ ലോകത്തെവിടെയും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും നടമാടുന്നു. പ്രകൃതി ദുരന്തങ്ങളും കേട്ടുകേൾവി പോലുമില്ലാത്ത പുതിയ രോഗങ്ങളും വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യവും പട്ടിണിയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വവും അനീതിയുമൊക്കെ നിറഞ്ഞ് ലോകം വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ലോകമൊരു അനിശ്ചിതത്വത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിവേകമതിയായ മനുഷ്യൻ്റെ ഉൾക്കാഴ്ച വിദൂരഭാവിയിൽ ഒരു ദുരന്തം പതിയിരിക്കുന്നത് തിരിച്ചറിയുന്നു. അത് മനുഷ്യവർഗത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും വിധം വിനാശകരവും മാരകവുമായ മൂന്നാം ലോകമഹായുദ്ധമെന്ന ദുരന്ത സാധ്യതയെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുന്നു. വർത്തമാനകാല ലോകത്തെ കുഴപ്പം നിറഞ്ഞ ഈ അവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീയ സംഘമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. We who are members of the Ahmadiyya Muslim community try our utmost to save the world and humanity from all destruction. This is because in this era we have accepted the Imam of the age, who was sent by Allah as the promised Messiah and who came as a servant to the Holy Prophet Muhammad, peace be upon him, who himself was sent as a mercy for all of mankind. It is because we follow the teachings of the Holy Prophet, peace be upon him, that we feel extreme pain and anguish in our hearts at the state of the world. And it is that pain which drives us in our efforts to try and save humanity from destruction and suffering.
ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലഹിസുല്ലാം 1889 ദൈവിക നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ പഞ്ചാബിൽ ഖാദിയാൻ എന്ന ചെറുഗ്രാമത്തിൽ സ്ഥാപിച്ച ഇസ്ലാമിക ആത്മീയ പരിഷ്കരണ സംഘമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. ഇന്നത് 208-ലേറെ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെയും പരിശുദ്ധ പ്രവാചകൻ ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും യഥാർത്ഥ അധ്യാപനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധീകരിക്കുന്നത്. സമാധാനത്തിനായുള്ള വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ സാർവദേശീയ സാഹോദര്യവും ശാന്തിയും സ്ഥാപിക്കുക എന്നതാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അന്തസത്ത. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന ആപ്തവാക്യമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രചരിപ്പിക്കുന്നതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതും. മനുഷ്യൻ തന്റെ സ്രഷ്ടാവിൽ നിന്നകന്നുകൊണ്ട് ഭൗതികതയുടെ മാസ്മരികതയിൽ ആകൃഷ്ടനായി ധാർമ്മികവും ആത്മീയവുമായി അധംപതിച്ച് മൃഗതുല്യനായി മാറുമ്പോഴാണ് ദൈവം തന്റെ സനാതന നിയമമനുസരിച്ച് ആത്മീയ പരിഷ്കരണത്തിനായി പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. മൃഗതുല്യതയിൽ നിന്നും ധാർമ്മികവും ആത്മീയവുമായ ഉത്കൃഷ്ടതയിലേക്ക് പരിഷ്കരിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നവനായി മനുഷ്യനെ മാറ്റുക എന്നതാണ് പ്രവാചകന്മാരുടെ അവതാര ലക്ഷ്യം. അബ്രഹാമും മോശയും ക്രിസ്തുവും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും അറേബ്യയിൽ ആഗതരായ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഭൂമുഖത്ത് അവതരിച്ചത് ഈ ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടിയാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ധാർമ്മികാപചയത്തിൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്നു. കലിയുഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടം ദൈവത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ മതങ്ങളും ഈ കാലഘട്ടത്തിൽ അവതരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾ ഇമാം മഹ്ദി എന്നും, ക്രിസ്തുമതസ്ഥർ രണ്ടാം മിശിഹ എന്നും, ഹിന്ദുക്കൾ കൽക്കി എന്നും വിശേഷിപ്പിക്കുന്ന ആ യുഗപുരുഷന്റെ വരവ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ഹദർത്ത് മിർസ ഗുലാം അഹമ്മദ് അലഹിസ്സലാമിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ആഗതനായിട്ടുള്ളത്. ഈ ലോകത്തെ ഒരു സമാധാന ഗേഹമാക്കി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശ്യം. അദ്ദേഹം പറയുന്നു, ദൈവവും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥതകളെ വിഭാടനം ചെയ്തുകൊണ്ട് സ്നേഹത്തിലും സത്യസന്ധതയിലും ഊന്നിയ ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ദൈവം എന്നെ അയച്ചിട്ടുള്ളത്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അവസാനിപ്പിക്കുകയും സത്യം വെളിപ്പെടുത്തുകയും വഴി സമാധാനം പുനഃസ്ഥാപിക്കുകയും ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോയ ദിവ്യ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ആഗതനായിട്ടുള്ളത്. ഇന്ത്യയിലെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഖാദിയാൻ എന്ന തീർത്തും അവികസിതമായ ചെറുഗ്രാമത്തിൽ നിന്നും ഉയർന്ന ഈ ശബ്ദം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വളരെ ബഹുമാനത്തോടെയും വിനയത്തോടെയും മുസ്ലിങ്ങളെയും ക്രിസ്തു മതസ്ഥരെയും
ഹിന്ദുക്കളെയും ഉണർത്തുകയാണ്. ഞാൻ ധാർമ്മികവും വിശ്വാസപരവുമായ എല്ലാ ന്യൂനതകളുടെയും തെറ്റുകളുടെയും സംസ്കരണത്തിനായി അയക്കപ്പെട്ടവനാകുന്നു. ലോകത്ത് എനിക്കൊരു ശത്രുവുമില്ല. കാരുണ്യവതിയായൊരു മാതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ മനുഷ്യകുലത്തെ സ്നേഹിക്കുന്നു. ഞാൻ സത്യത്തെ കൊല ചെയ്യുന്ന തെറ്റായ വിശ്വാസങ്ങളുടെ ശത്രുവാകുന്നു. മനുഷ്യനോട് അനുകമ്പ കാണിക്കുക എന്നത് എൻ്റെ കടമയാകുന്നു. വ്യാജം, ബഹുദൈവാരാധന, അക്രമം, എല്ലാ തരത്തിലുള്ള തിന്മകൾ, അനീതി, ദുസ്വഭാവങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള മോചനം എൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തമാകുന്നു. ഒരു പുതിയ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനായി അവതരിച്ച യുഗപുരുഷൻ, വാഗ്ദത്ത മഹ്ദി മസീഹ് ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാം 1908 ഇഹലോകവാസം വെടിഞ്ഞതിനെ തുടർന്ന് ഖിലാഫത്ത് എന്ന ആത്മീയ നേതൃ സംവിധാനത്തിന് കീഴിലാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് അതിൻ്റെ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖിലാഫത്ത് എന്നത് അള്ളാഹു വിശ്വാസി സമൂഹത്തിന് നൽകിയ ഒരു അനുഗ്രഹമാണ്. മുൻകഴിഞ്ഞ പ്രവാചക ശ്രേണിയിൽ നമുക്കിത് ദർശിക്കാൻ കഴിയും. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഹദ്റത്ത് അബൂബക്കർ, ഹദ്റത്ത് ഉമർ, ഹദ്റത്ത് ഉസ്മാൻ, ഹദ്റത്ത് അലി റിദ്വാനുല്ലാഹി അലൈഹിം തുടങ്ങിയവരിലൂടെ നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന ആത്മീയ നേതൃത്വം സ്ഥാപിതമായിരുന്നു. മഹ്ദി ഇമാമിൻ്റെ സത്യതയ്ക്കുള്ളൊരു പ്രമാണം കൂടിയാണ് നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത്. 1908 ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാമിൻ്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രതിനിധിയായി ഹദ്റത്ത് അൽഹാജ് മൗലാന ഹക്കീം നൂറുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന ദൈവിക വരദാനത്തിന് വിശ്വാസി സമൂഹം പാത്രീഭവിച്ചു. ഇന്ന് 5ാമത്തെ ഖലീഫ ഹദ്റത്ത് മിർസ മസ്റൂർ അഹ്മദ് അയ്യത്തുല്ലാഹു തആല ബിൻ നസറുൽ അസീസിന്റെ നേതൃത്വത്തിലാണ് ലോകം മുഴുവനുമുള്ള അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഭൂമിയിൽ അവതരിച്ച പ്രവാചകന്റെ ജീവിതകാലത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനായി ദൈവിക ഇംഗിതപ്രകാരം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ഖലീഫ. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പ്രതീകമാണ് ഖലീഫ. വെറുപ്പിന്റെയോ ശത്രുതയുടെയോ അക്രമത്തിന്റെയോ രക്തച്ചൊരിച്ചിലിന്റെയോ വക്താവല്ല ഖലീഫ, മറിച്ച് കാരുണ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും ആൾരൂപമാണ്. ഖിലാഫത്ത് എന്ന ഇസ്ലാമികമായ ആത്മീയ നേതൃത്വത്താൽ അനുഗ്രഹീതമായ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഹദ്റത്ത് മിർസ മസ്റൂർ അഹ്മദ് അയ്യതുല്ലാഹു തആല ബിൻ നസറുൽ അസീസിന്റെ നേതൃത്വത്തിൽ ശാന്തി, സ്നേഹം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകമെങ്ങും പരത്തിക്കൊണ്ടിരിക്കുന്നു. ലോകമിന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണമായ അവസ്ഥകൾ ഭൂമുഖത്തു നിന്ന് മനുഷ്യനെ തുടച്ചു നിൽക്കാൻ പ്രാപ്തമായ ഒരു 3ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 5ാമത്തെ ഖലീഫ. I will, God willing, always continue to carry out my task and my responsibilities of promoting peace, tolerance, justice, and compassion to the corners of the world. I will continue to tell all people that in order to be relieved of the pain and suffering that we face today
We must adopt true justice and equality. ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും നീതിയുടെയും സന്ദേശം ലോക ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിവരുന്നു. രാഷ്ട്രതലവന്മാരുമായും സമൂഹത്തിലെ ഉയർന്ന വ്യക്തിത്വങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നീതിയുടെയും സഹിഷ്ണുതയുടെയും ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിവരിച്ചു കൊടുക്കുന്നു. സ്വയം നാശത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനുള്ള പരിശ്രമത്തിൽ പങ്കുചേരാൻ ലോക നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതുന്നു. വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റുകളെ സംബോധന ചെയ്തുകൊണ്ട് ലോക സമാധാനത്തിനുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവം പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അവരെ ഓർമ്മപ്പെടുത്തുന്നു. സമാധാനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നിന്ന് UK-യിലെ ഹൗസ് ഓഫ് കോമൺസിലേക്കും യൂറോപ്യൻ പാർലമെന്റിൽ നിന്നും ബെവർലി ഹില്ലിലെ മൊണ്ടാഷിലേക്കും ജപ്പാനിലെ നെഗോയയിൽ നിന്നും സ്പെയിനിലെ വലൻസിയയിലേക്കും വരെ വ്യാപിച്ചു കിടക്കുന്നു. ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനുള്ള ഹദർത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ നസറുൽ അസീസിൻ്റെ ശ്രമങ്ങളെ ആദരപൂർവമാണ് ലോക ജനത നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. I am gladdened and inspired by the fact that the Ahmadis not only preach a message of love, friendship and understanding, but practice it fully in the way you include and invite others to share your gathering. An injunction to love all and to hate none is the avowed guiding principle of the Ahmadi life. I would thank you also that you have stressed the importance of showing that Islam is the religion of peace, not the religion of hate, as it was stated on the wall in the Jalsa. Love for all, hatred for none. I think that is the message that the world really needs. That promoting religious freedom is an essential building block for peace and stability here and throughout the world. In this we are allied with His Holiness, a courageous champion of religious freedom and of peace. The huge respect we all have, for your work day by day in making a reality of peace and brotherhood across the communities in this country and across the world. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ മറ്റ് ലോക നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും താൽപ്പര്യങ്ങളുടെയോ പുറത്തല്ല അഹ്മദിയ ഖലീഫ സംസാരിക്കുന്നത്. മറിച്ച് ഇസ്ലാമിൻ്റെ സത്യസന്ധവും സമാധാനപൂർവമായ അധ്യാപനങ്ങൾ ലോകം മനസ്സിലാക്കണമെന്ന തീവ്ര അഭിലാഷത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ. We observe that the world has become a global village. Mankind has become very closely knit together. The people of all nations, religions, and cultures are found in all countries. And so this requires that the leaders of every nation should consider and respect the feelings and sentiments of all people. The leaders and their governments should strive to create laws that foster an environment and spirit of truth and justice, rather than making laws that are a means of causing distress and frustration to the people. സമാധാനം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ലോകജനതയെ ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം 208 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അഹ്മദിയ സമൂഹത്തെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കുകയും ചെയ്യുന്നു അഹ്മദിയ ഖലീഫ. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് 9/11 ദുരന്തത്തിനിരകളായവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അമേരിക്കയിൽ മുസ്ലിംസ് ഫോർ ലൈഫ് എന്ന പേരിൽ
ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തിയത്. അമേരിക്കൻ ജനതയിൽ നിന്നും അഭൂതപൂർവമായ പങ്കാളിത്തമാണിതിന് ലഭിച്ചത്. ഈ പ്രവൃത്തിയിലൂടെ തീവ്രവാദത്തിൻ്റെയോ ഭീകരതയുടെയോ മതമല്ല ഇസ്ലാം, മറിച്ചത് ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും മതമാണെന്ന് ലോകത്തിനെ കാട്ടിക്കൊടുക്കുകയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്തത്. ഓരോ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും താന്താങ്ങളുടെ രാജ്യങ്ങളോട് കൂറും സ്നേഹവും പുലർത്തേണ്ടത് ഒരു അഹ്മദിയുടെ ബാധ്യതയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അറേബ്യയിൽ അവതരിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് ആ മഹത്തായ ജീവിതത്തിൻ്റെ ഉന്നത മാതൃക ലോകജനതയ്ക്ക് മുന്നിൽ അദ്ദേഹം സമർപ്പിക്കുന്നു. സമൂഹത്തിൽ പരസ്പരധാരണയും സഹിഷ്ണുതയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എക്സിബിഷനുകളും സെമിനാറുകളും സിംപോസിയങ്ങളും നടത്തിവരുന്നു. 10,000-ഓളം പള്ളികളും 500-ൽ പരം സ്കൂളുകളും 30-ലേറെ ആതുരാലയങ്ങളും ലോകം മുഴുവനുമായി അഹ്മദിയ മുസ്ലിം ജമാഅത്ത് നടത്തിവരുന്നു. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ 70 ഭാഷകളിലായി അഹ്മദിയ മുസ്ലിം ജമാഅത്ത് നിർവഹിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളായ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനൽ മുസ്ലിം ടെലിവിഷൻ അഹ്മദിയ നടത്തിവരുന്നു. കൂടാതെ alislam.org എന്ന വെബ്സൈറ്റിലൂടെയും ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ എന്ന പ്രസിദ്ധീകരണ സംവിധാനത്തിലൂടെയും ലോകം മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രചരിപ്പിച്ചു വരുന്നു. ലോകത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ അസമത്വങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളിലാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ലോകപ്രശസ്തമായ ആഗോള ജീവകാരുണ്യ സംഘടനയാണ് ഹ്യൂമാനിറ്റി ഫസ്റ്റ്. ഇതിൻ്റെ നേതൃത്വത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വികസ്വര രാജ്യങ്ങളിൽ മനുഷ്യോന്മുഖ വികസനത്തിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചികിത്സാലയങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അശരണർക്കും ആലംബഹീനർക്കും സ്വാന്തനമരുളുന്നു. പ്രകൃതിക്ഷോഭങ്ങളിലും മറ്റ് ദുരന്തങ്ങളിലും റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സ്വതന്ത്ര ജീവകാരുണ്യ സംഘടനയിലൂടെ ലോകം നേരിടുന്ന അത്യാഹിത വിപൽസന്ധികളിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് അന്തർദേശീയ സമൂഹത്തിന് ആശ്വാസം പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ സത്യത ലോകത്തിനെ ബോധ്യപ്പെടുത്തുവാനും മാനവകുലത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് കഴിയുന്നത് ഖിലാഫത്ത് എന്ന അനുഗ്രഹീത ആത്മീയ നേതൃത്വത്തിന് കീഴിൽ അത് പ്രവർത്തിക്കുന്നുവെന്നതുകൊണ്ടാണ്. ഞാൻ നിന്റെ സന്ദേശത്തെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുമെന്ന് ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാമിനുണ്ടായ ദൈവിക വെളിപാടിന്റെ പുലർച്ചയ്ക്ക് ഇന്ന് ലോകം സാക്ഷിയാണ്. ഖാദിയാൻ എന്ന കുഗ്രാമത്തിൽ നിന്നും ഉയർന്ന ആ ഒറ്റപ്പെട്ട ശബ്ദത്തിനോട് ലബ്ബൈക്ക് പറഞ്ഞവർ ഇന്ന് 208 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഹദ്റത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ നസറുൽ അസീസിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയ മാതൃക ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. ഖിലാഫത്ത് എന്ന പ്രകാശത്തിന് മാത്രമാണ് അശാന്തിയുടെ അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചം വിതറിക്കൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും പ്രശോഭിതമാക്കാൻ കഴിയുക. ഖിലാഫത്ത് എന്ന കോട്ടക്കകത്തു മാത്രമാണ് രക്ഷയും സമാധാനവുമെന്ന് ലോകം സാവധാനം
തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. സമകാലിക ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണമായ അവസ്ഥകളിൽ നിന്ന് ലോകത്തെ വിമോചിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ കൊടിപ്പടം ലോകത്ത് നാട്ടാൻ വേണ്ടിയുള്ള അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പരിശ്രമങ്ങളിൽ പങ്കാളികളാവാൻ ഓരോ വിവേകമതിയായ മനുഷ്യനെയും ക്ഷണിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ്. അതാകട്ടെ നമ്മുടെ ജീവിത Hatred for none, love for all. Hatred for none, love for all. Hatred for none,